ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്കുഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടയാണ്. അപ്പോൾ ഞാനിതൊരു ഫ്രണ്ടിൻ്റെ ചാനലിൽ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷേ ശരിയാവുന്ന യാതൊരുവിധ ഹോപ്പും ഇല്ലാണ്ട് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ട് നല്ല കിടുക്കൻ ഒരു അട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ശർക്കര. അപ്പോൾ ഒരു കപ്പില്ല കേട്ടോ, അത് ഏകദേശം ഒരു 1/4 കപ്പോളം മതി ശർക്കര എടുക്കാം. അത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ ശർക്കര മെൽറ്റ് ചെയ്യണ പോലെ മെൽറ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് അരിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പാണ്. ഇത് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വാഷ് ചെയ്ത് ഊറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒരു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ അരിച്ചു കൊണ്ടുവന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു 3 ഏലക്കയും കുത്തിയിട്ടുണ്ട്. ഇനി ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ ഫില്ലിങ് പോലെ നമ്മൾ എടുക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ഒലിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം. സിമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് വറ്റുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ലോണം. പിന്നെ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം അത് ഒരു സ്റ്റിക്കി പരുവത്തിലായിട്ടുണ്ട്. എൻ്റെ ശർക്കര നല്ല കറുപ്പായത് കേട്ടോ, അതാണ് അങ്ങനെ ഇരിക്കണേ കളറ്. ഇപ്പം നോക്ക്, നുറുക്ക് ഗോതമ്പ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് വെള്ളമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല മഷി പോലെ അരയ്ക്കേണ്ട, ഏകദേശം ഒരു കട്ട പോലെ ഇരുന്നാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് കട്ടകൾ ഉണ്ടായാലും നല്ലതാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതേപോലെ ഏകദേശം ഒരു ചെറുതായിട്ട് തരികളുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഏകദേശം ഒരു തിക്കായിട്ട് മാറണം, ആ പരുവത്തിൽ എത്തണം. ഒരുപാട് അങ്ങോട്ട് തിക്കാക്കണ്ട. 1/2 കപ്പിൽ കൂടുണ്ട കേട്ടോ, 1/4 കപ്പിൽ കുറയാൻ വേണ്ട, അങ്ങനെ ഇടാം. ഇനി നമ്മൾ വാഴയിലൊക്കെ റെഡിയാക്കി വെക്കുക. നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് എണ്ണ തേച്ച് വെക്കുക. ഞങ്ങൾ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ആ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ, അല്ലെങ്കിൽ ആ ശർക്കര പാനിയൊക്കെ പുറത്തേക്ക് വരും. പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ, ഇത് വേറെ ലെവലാണ് സംഭവം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കയ്യിൽ നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും എല്ലാവരുടെയും. അതെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐറ്റം ചെയ്താൽ സൂപ്പറായിട്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിട്ടോ. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഈ ശർക്കരയുടെ മിക്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഇങ്ങനെ വെന്ത് കിട്ടുമോ വേഗമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നല്ല സൂപ്പറായിട്ട് വേഗം കേട്ടോ. ഞാനും ഒരു ഡൗട്ടിലാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഏത് ലെവലെത്തുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്, സംഭവം ഉണ്ടാക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടില്ലേ, ഇനി അട പോലെ മടക്കിയിട്ട് നമ്മൾ വെള്ളം ആവിയിൽ വേവിച്ചല്ലേ എടുക്കണേ. അപ്പോൾ നമ്മൾ ഇടിയപ്പച്ചം പോലെ എന്തെങ്കിലും സ്റ്റീമറോ എടുത്തിട്ട് വെള്ളം ചൂടാക്കി വെക്കുക. ഇനി ഇതേപോലെ തന്നെ ചൂടായ തട്ടിൽ നമുക്ക് ഇത് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിതൊരു 6-7 എണ്ണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെയാണ് വെച്ചത്. പിന്നെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ടായില്ല. മീൻസ് ഞാനൊന്ന് എല്ലാം ഒന്ന് തിരിച്ചൊന്ന് വെച്ച് കൊടുത്തു. അല്ലെങ്കിലും തിരിച്ച് വെക്കണമെന്നില്ല, അല്ലെങ്കിലും വെന്തോളും. പക്ഷെ ഞാനൊരു വേഗമെന്നുള്ള ഒരു ടെൻഷനിൽ ഞാൻ തിരിച്ച് വെച്ച് കൊടുത്താണ്. പക്ഷേ അതങ്ങനെ തന്നെ ഇരുന്നാലും വെന്തോളൂ കേട്ടോ. ഇതെങ്ങനെയാണ് വെന്തതെന്ന് മനസ്സിലാവാനായിട്ട് വാഴയിലയുടെ കളറൊക്കെ മാറി നമ്മൾ അടയൊക്കെ കിട്ടുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ലേ, ആ ഒരു കളർ ചേഞ്ച് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി.
ഇനി ഇതേപോലെ ഞാൻ എല്ലാം ചെയ്യട്ടെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് വേവിച്ച് കഴിയുമ്പോൾ കാണാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എപ്പോഴും കൊഴുക്കട്ടയും സാധാരണ അടയല്ലേ നമ്മൾ ഉണ്ടാക്കുക, പക്ഷേ സാധാരണ അരി വെച്ചിട്ടുള്ള അടേനെക്കാട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ നുറുക്ക് ഗോതമ്പ് കടിക്കാനും കിട്ടും. കൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലാണല്ലോ നമ്മൾ അരച്ചേക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ. പിന്നെ കയ്യിൽ നുറുക്ക് ഗോതമ്പ് ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇത് തന്നെ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ട്, അതൊക്കെ ഗോതമ്പ് തീരണത് അറിയില്ല. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ പേര് ജുനൈദ് എന്നാണ്. അപ്പോൾ ജുമൈലയുടെ ചാനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസ് കാണാനായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് സ്നാക്സും റെസിപ്പീസും പിക്കിൾസും റൈസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വാഴയിലൊന്ന് കീറിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു വാഴയില വെച്ച് കവർ ചെയ്തിട്ട് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എല്ലാം ഞാൻ കൊണ്ടുവന്ന് അടുക്കിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആദ്യം കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് നല്ല വെറൈറ്റി ടേസ്റ്റാണ്. പറയാതിരിക്കാൻ പറ്റില്ല. നുറുക്ക് ഗോതമ്പാണെന്നേ പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരം ചായക്ക് എന്താണ് സ്നാക്സ് എന്ന് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാം. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഡിഷിനായിട്ട് ഡു വാച്ച് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.